ഹായ് ഫ്രണ്ട്സ്, വീണ്ടും വെൽക്കം ടു ഗോസ്റ്റ് മെക്കോവ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സോളിഡ് വർക്സിൻ്റെ വെൽക്കം വിൻഡോ, അതുപോലെ എങ്ങനെ ഒരു പാർട്ട് ഓപ്പൺ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഓക്കെ, ഇനി ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മളൊരു പാർട്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഇൻ്റർഫേസ് ഓപ്പൺ ആയി വരുന്നുണ്ട്. സോ ആ ഒരു ഇൻ്റർഫേസിൽ എന്തെല്ലാം വരുന്നുണ്ട്, എന്തൊക്കെ ടൂൾസ് എവിടെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഒരു പാർട്ട് ഓപ്പൺ ചെയ്യുവാണ്. അപ്പോൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ Ctrl+N യൂസ് ചെയ്തു. നമുക്ക് എന്ത് വന്നു? പാർട്ട് ഓപ്പൺ ചെയ്യാനുള്ള വിൻഡോ വന്നിരിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് പാർട്ട് സെലക്ട് ചെയ്തു, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ എവിടേക്ക് വരും? നമ്മുടെ പാർട്ട് ഇൻ്റർഫേസിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു പാർട്ട് ഇൻ്റർഫേസിൽ എന്തെല്ലാം കാര്യങ്ങൾ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സോ ഇതിന് നമ്മൾ പറയുന്ന ഒരു പേരാണ് GUI, അതായത് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. ഇത്രയേ ഉള്ളൂ നമ്മൾ ഒരു യൂസർ ഇൻട്രാക്ട് ചെയ്യുന്ന ഏരിയ. ഇപ്പോൾ ഞാനും സോഫ്റ്റ്വെയറും ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഈ ഒരു ഏരിയ. അപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇപ്പോൾ ഞാൻ ലൈൻ വരയ്ക്കണമെങ്കിൽ ഞാൻ ആദ്യം എന്ത് ചെയ്യണം? ലൈൻ സെലക്ട് ചെയ്യണം, അത് കൊണ്ടുവന്നെടുത്ത് വരയ്ക്കണം. ദിസ് ഈസ് എ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഏരിയയെ നമ്മൾ എന്തെന്ന് പറയും? ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം ഈ ഒരു സോളിഡ് വർക്സിൻ്റെ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് മെനു ബാർ എന്ന് പറയും. അതായത് മുകൾ ഭാഗത്ത് ഫയൽ ടു വിൻഡോ, ഈ ഒരു ഏരിയന് നമ്മൾ മെനു ബാർ എന്ന് പറയും. അതിന് തൊട്ട സൈഡിൽ വരുന്ന ഈ ഒരു ഏരിയ, ഇവിടെ ഇതിന് നമ്മൾ എന്ത് പറയും? സ്റ്റാൻഡേർഡ് ടൂൾ ബാർ എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്കിവിടെ നമ്മുടെ പാർട്ട് നമ്പർ കാണിക്കും. അത് കഴിഞ്ഞ് ഇവിടെ നമ്മുടെ സെർച്ച് ബോക്സ് ഉണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു. അത് ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം. അതായത് നമ്മുടെ ഈ മെനു ബാറിൻ്റെയും സ്റ്റാൻഡേർഡ് ടൂൾ ബാറിൻ്റെയും താഴെയായി കാണുന്ന ഈ ഒരു ടാബ് കണ്ട, ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് കമാൻഡ് മാനേജർ. ഒന്നുമില്ല, എല്ലാ ടൂളുകളും കാര്യങ്ങളും നമുക്ക് ചെയ്യാനുള്ള എല്ലാം കമാൻഡ് രൂപത്തിൽ അല്ലെങ്കിൽ ടൂൾസ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഈ ഒരു കമാൻഡ് മാനേജറിൻ്റെ ഉള്ളിലാണ്. അത് ക്ലിയർ ആണല്ലോ? ഓക്കെ, ഈ കമാൻഡ് മാനേജറിൻ്റെ താഴെയായിട്ട് ഇവിടെ കണ്ട ചെറിയ ബോക്സുകൾ, ഇവിടെ ഇപ്പോൾ ഫീച്ചർ, സർഫസ്, ഷീറ്റ് മെറ്റൽ, വെൽഡ്, ഇങ്ങനെ കുറച്ച് എഴുതിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ടാബ്സ്. അതായത് ഓരോ ടാബുകളും ഓരോ ഗ്രൂപ്പ് ഓഫ് ടൂൾസ് ആണ്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് കമാൻഡ്സിനെയാണ് നമ്മൾ ടാബുകൾ എന്ന് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ നോക്കി, സർഫസ് എന്ന് പറഞ്ഞൊരു ടാബുണ്ട്, ഷീറ്റ് മെറ്റൽ എന്ന് പറഞ്ഞ ടാബുണ്ട്, വെൽഡ്മെൻ്റ് ഉണ്ട്, ഫീച്ചർ, ഇങ്ങനെ കുറച്ച് ടാബുകളുണ്ടല്ലോ. അപ്പോൾ ഈ സർഫസ്, ഷീറ്റ് മെറ്റൽ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒന്നുമില്ല, ഈ ഷീറ്റ് മെറ്റൽ ഡിസൈനിങ് ചെയ്യാൻ ആവശ്യമായ ടൂളുകളെല്ലാം എവിടെയായിരിക്കും ഉണ്ടാകുന്നത്? ഈ ഷീറ്റ് മെറ്റൽ ടാബിനകത്തായിരിക്കും ഉണ്ടായിരിക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സോളിഡ് വർക്ക്സ് ഇത്രയും എളുപ്പമെന്ന് പറയാൻ കാരണം ഇതാണ്. അതായത് നമ്മൾ ഈ ഒരൊറ്റ ഇൻ്റർഫേസ് തന്നെ നമുക്ക് എല്ലാ ടൂൾസും എല്ലാ ഫീച്ചേഴ്സും എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത്? കമാൻഡ് മാനേജർ, ദെൻ ടാബ്സ്. ഓക്കെ ആണല്ലോ? ഇനി അടുത്തൊരു കാര്യം, ഇപ്പോൾ നമുക്കിവിടെ ഒരു 2, 4, 6, ഒരു 7 ടാബ്സ് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളൂ. ഇതിൽ ഇനിയും ടാബ്സ് നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് പുതിയ ടാബ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെ നമ്മളൊരു ടാബ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിലുള്ളത് നമ്മളെങ്ങനെ ഓപ്പൺ ചെയ്യുക എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഒന്നുമില്ല, നമ്മൾ ഈ ടാബിൻ്റെ ഇവിടെ വരുന്ന ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടോ ടാബ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അതിൽ മൗസ് കൊണ്ടുപോയി വെക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്തെല്ലാം ടാബുകൾ ഇതിലുണ്ടോ എല്ലാം ഇവിടെ കാണിക്കും. ഇവിടെ ടിക്കഡ് ആയിട്ടുള്ള എല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡിസ്പ്ലേയിൽ ഷോഡ് ആയിരിക്കും. ബാക്കിയെല്ലാം എന്തായിരിക്കും? ഹൈഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ എനിക്കിവിടെ ഉണ്ട് ഒരു സ്ട്രക്ചറൽ സിസ്റ്റം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതെനിക്ക് എവിടെ ഓപ്പൺ ആവും? ആണോ, ഇവിടെ എനിക്കത് ഓപ്പൺ ആയി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടാബ് ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ടാബ്സ് ഓപ്പൺ ചെയ്യുക, ഇവിടെ വരുന്നു എന്തോ അൺടിക്ക് ചെയ്തേക്കുക. ഈ സ്ട്രക്ചർ സിസ്റ്റം എന്ന് പറഞ്ഞത് അൺടിക്ക് ചെയ്ത് കൊടുത്തേക്ക്. ഇത്രയും ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്തത് നമ്മൾ വരുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു ഏരിയ. ഇതിനെയാണ് നമ്മൾ ഫീച്ചർ മാനേജർ ട്രീ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൽ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതെല്ലാം ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് നമ്മൾ മോണിറ്റർ ചെയ്യുന്നത് ഇതിലൂടെയാണ്? ഈ ഒരു ഫീച്ചർ മാനേജർ ട്രീയിലൂടെയാണ്. നിങ്ങൾ എന്ത് ഇവിടെ ചെയ്യുന്നോ, ഈ ഒരു ഏരിയയിൽ എന്ത് ചെയ്താലും അതെവിടെ വരും? ഇവിടെ വരും. ഇവിടെ വന്ന് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം, റിമൂവ് ചെയ്യാം, ആഡ് ചെയ്യാം, എന്ത് വേണേലും എവിടെ ചെയ്യാൻ പറ്റും? ഇതിനകത്ത് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഫീച്ചർ മാനേജർ ട്രീ എന്ന് പറയുന്ന ഈ ഒരു
ട്രീ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ നിങ്ങളുടെ കമാൻഡ് മാനേജറിൻ്റെ താഴെ കണ്ടോ ഇവിടെ നമ്മുടെ ഒരു ചെറിയ കുറച്ച് ടൂൾസ് ഇവിടെ അങ്ങനെ മുകളിലായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഹെഡ് അപ്പ് ഡിസ്പ്ലേ ടൂൾ ബാർ. ഒന്നുമില്ല, അത് മുകളിലായതുകൊണ്ടാണ് ഹെഡ് അപ്പ് ഡിസ്പ്ലേ ടൂൾ ബാർ എന്ന് പേര് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലും കുറച്ച് ടൂളുകളുണ്ട്. ഇത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടൂൾ. അതായത് നമ്മൾ എന്ത് വർക്ക് ചെയ്യുമ്പോഴും, അതായത് ഈ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ടൂൾ ബാർ ഇല്ലാണ്ട് നമുക്കൊരു വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത്രയും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ ബാറാണ് ഈ ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ ടൂൾ ബാർ. ഇതിൽ ഓരോ ടൂളും എന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം. അടുത്തത് നമ്മുടെ റൈറ്റ് സൈഡിൽ വരുന്ന ഈ ഒരു ഏരിയ, ഇതും ഞാൻ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ടാസ്ക് പെയിൻ. ഓക്കെ, ഇതിനകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. ഡിസൈൻ ലൈബ്രറി, ടൂൾ ബോക്സ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ പറയാം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. നമ്മൾ ഓരോ ടൂൾസും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഇപ്പം ഇതിനെ നമ്മൾ എന്ത് പറയും? ടാസ്ക് പെയിൻ എന്ന് പറയും. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു വൈറ്റ് ഏരിയ, ഇതാണ് നമ്മുടെ ഗ്രാഫിക് ഏരിയ. ഈ വൈറ്റ് ഏരിയയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എല്ലാം ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ എന്ത് വർക്ക് അല്ലെങ്കിൽ എന്ത് വരയ്ക്കുകയാണോ എല്ലാം നിങ്ങൾ എവിടെയായിരിക്കും ചെയ്യുന്നത്? ഇവിടെ ആയിരിക്കും ചെയ്യുന്നത്. അത് ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു വർക്ക് ഏരിയ അല്ലെങ്കിൽ ഒരു ഗ്രാഫിക് ഏരിയയിൽ ലെഫ്റ്റ് താഴെയായിട്ട് ഇവിടെ കണ്ട ഒരു ആക്സിസിൻ്റെ ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ പറയുന്നത് ട്രയാഡ് എന്ന് പറയും. അതായത് നമ്മൾ ഏത് ഡയറക്ഷനിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഡയറക്ഷനിലാണ് വരയ്ക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് നാവിഗേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡയറക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ ഒരു ട്രയാഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ദെൻ അടുത്തൊരു സാധനമാണ് നമ്മുടെ ഈ താഴെ വരുന്ന ഈ ഒരു സാധനം. കണ്ട ഇവിടെ ഈ താഴെ ഏറ്റവും താഴെ ഇവിടെ ഇപ്പോൾ സോളിഡ് വർക്ക്സ് പ്രീമിയം എന്ന് എഴുതിയിട്ടുള്ള, അല്ലെങ്കിൽ ഇവിടെ കണ്ടൊരു MMGS എന്ന് പറഞ്ഞ് താഴെ കൊടുത്തിട്ടുള്ള, ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റാറ്റസ് ബാർ. അതായത് നമ്മൾ ചെയ്യുന്ന എല്ലാ വർക്കിൻ്റെയും സ്റ്റാറ്റസ് എവിടെയായിരിക്കും അറിയുന്നത്? ഈ ഒരു താഴത്ത് വരുന്ന ഈ ഒരു ടാബിലായിരിക്കും അറിയാൻ പറ്റുന്നത്. ഇപ്പോൾ വർക്ക് അപ്ഡേറ്റഡ് ആണോ, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ഫുള്ളി ഡിഫൈൻഡ് ആണോ, എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ, അതുപോലെ പ്രോസസ്സിങ്, അങ്ങനെ ഒരുവിധ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ വർക്കിൻ്റെ സ്റ്റാറ്റസ് എപ്പോഴും എന്തായിരിക്കും? ഈ ഒരു താഴെ കാണുന്ന സ്റ്റാറ്റസ് ബാറിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു പാർട്ട് GUIനകത്ത് വരുന്ന സെക്ഷൻസ്. ഓക്കെ, അപ്പോൾ ഇതിലും ഓരോന്നും എന്താണ്, എന്തൊക്കെ ഇതിനുള്ളിൽ വരുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.